തലയുടെയോ നെറ്റിയുടെയോ ഒക്കെ ഒരു സൈഡിലായിട്ട് അതികഠിനമായ കുത്തുന്ന രീതിയിലുള്ള വേദനയുണ്ടെങ്കിൽ അതിനെ മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയാം. ഈ മൈഗ്രെയിൻ ചില ആളുകളിൽ ഒരു സൈഡിൽ നിന്ന് വേദന തുടങ്ങി ചിലപ്പോൾ വേദനയുടെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അടുത്ത ഭാഗത്തേക്കും വ്യാപിക്കും. ഇതിനെയും മൈഗ്രെയിൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അധികം പേടിക്കേണ്ടാത്ത, അത്ര സീരിയസ് അല്ലാത്ത ഒരു കണ്ടീഷനാണ്. മെഡിക്കൽ ടേമിൽ മൈഗ്രെയിനെ പ്രൈമറി ഹെഡേക്ക് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ലാത്ത ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് വേദനയാണ് പ്രൈമറി ഹെഡേക്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിന് പെട്ട ഒരു കാറ്റഗറിയാണ് ഈ മൈഗ്രെയിൻ. ഈ മൈഗ്രെയിൻ വേദന പൊതുവെ വരുന്നത് ഒരു ദിവസം തുടങ്ങി അത് പകുതിയാവുന്ന ആ സമയത്തായിരിക്കും. അതായത് ഉച്ച സമയത്തൊക്കെ ആയിരിക്കും ഈ വേദന ചെറുതായി പതിയെ തുടങ്ങി വരുന്നത്. അതിനുശേഷം വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്ക് വേദന കൂടി വരികയാണ് കോമൺ ആയിട്ട് മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ കണ്ടുവരുന്നത്. ചില ആളുകൾക്ക് മൈഗ്രെയിൻ വരുന്നത് മുന്നേ കൂട്ടേ മനസ്സിലാക്കാൻ സാധിക്കും. അവർ പുറത്ത് വെളിച്ചത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് കാഴ്ചകൾ മിന്നി മായുന്നതായിട്ട് അല്ലെങ്കിൽ തിളങ്ങുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ കാഴ്ച മങ്ങുക, ഇതൊക്കെ മൈഗ്രെയിൻ വരുന്നതിന്റെ മുന്നോടിയായിട്ട് വരുന്ന ചില ലക്ഷണങ്ങളാണ്. ഇത് എല്ലാവർക്കും കണ്ടോളണമെന്നില്ല, എന്നാലും മോസ്റ്റ്ലി കുറെ ആളുകൾക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. ഇത്തരം തലവേദനകൾ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ആണ്. PCOD ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ തലവേദനയ്ക്ക് വേദന സംഹാരികൾ എടുക്കുന്നതിന് പകരം ഈ PCODനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻ കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കുട്ടികളിൽ ഇങ്ങനെ മൈഗ്രെയിൻ പെയിൻ വരാറുണ്ട്. കുട്ടികളിൽ മോസ്റ്റ്ലി മൈഗ്രെയിൻ പെയിൻ വരുന്നത് അവരുടെ കാഴ്ച ശക്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ കാഴ്ചയൊക്കെ പരിശോധിച്ച് കണ്ണിന് പ്രശ്നമില്ലാന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മൈഗ്രെയിൻ തലവേദന വരാനുള്ള കാരണങ്ങൾ നോക്കാം. ഒന്നാമത് പാരമ്പര്യമാണ്. ഒരു 70% ആളുകളിലും പാരമ്പര്യമായിട്ടാണ് ഈ മൈഗ്രെയിൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അതായത് നിങ്ങളുടെ ഫാദറിനോ മദറിനോ ഒക്കെ തലവേദന ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് തലവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം ഹോർമോണൽ ഇംബാലൻസ് ഓൾറെഡി പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ദഹന സംബന്ധമായി പ്രശ്നമുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ ഒന്നും നടക്കുന്നില്ലെങ്കിൽ വയറും തലയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളിലും തലവേദന വരാം. അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗം, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, സ്ക്രീൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ക്രീനിൽ എപ്പോഴും ദൃശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ദൃശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് കണ്ണിനും കൃഷ്ണമണിക്കും അമിതമായി സ്ട്രെസ് വരികയും അത് പിന്നീട് മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയിലേക്ക് ലീഡ് ചെയ്യാനുമുള്ള ചാൻസസ് ഉണ്ട്. ചില ആളുകളിൽ ഹൈ ഇന്റൻസിറ്റി സൗണ്ടുകൾ, ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ തലവേദന വരാം. വെയിൽ കണ്ണിലടിക്കുമ്പോൾ തലവേദന വരാം. വെയിൽ കൂടുതൽ കൊള്ളുമ്പോൾ തലവേദന വരാം. അല്ലെങ്കിൽ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാഞ്ഞാൽ തലവേദന വരാം. ഭക്ഷണം കഴിച്ചത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ തലവേദന വരാം. അങ്ങനെ പല റീസൺസ് ആണ് മൈഗ്രെയിനുള്ളത്. അത് മാത്രമല്ല, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തലവേദനയായിട്ട് പുറത്തു വരാം. മൈഗ്രെയിനും പല്ലും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ചിലർക്ക് വർഷങ്ങളായിട്ടൊക്കെ മൈഗ്രെയിൻ വരുന്നുണ്ടാകാം. പക്ഷെ ഈ മൈഗ്രെയിന്റെ റീസൺ എന്തൊക്കെ ആയിട്ടും ട്രിഗർ പോയിന്റ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ പല്ല് കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒക്ലൂഷൻ ഇല്ലെങ്കിൽ, ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പല്ലും താഴത്തെ പല്ലും തമ്മിലുള്ള സാധാരണയായിട്ടുള്ള ഒരു കോണ്ടാക്ട് ആണ്. അപ്പൊ ആ കോണ്ടാക്ട് പ്രോപ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ആ കൊഴിഞ്ഞു പോയ പല്ല് നിങ്ങൾ പുതിയ വെപ്പ് പല്ലൊന്നും വെച്ചിട്ടില്ല, ആ പല്ല് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ സൈഡിലുള്ള ഇരുവശത്തുമായിട്ടുള്ള പല്ലുകൾ ആ സ്പേസിലേക്ക്, ആ ഗ്യാപ്പിലേക്ക് നീങ്ങാനും അങ്ങനെ നിങ്ങൾക്ക് കടിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൈറ്റ് കിട്ടാതിരിക്കുക, അങ്ങനെ ആ ബൈറ്റ് കിട്ടാത്തത് കാരണം തലയിലെ ഞരമ്പുകൾ വഴിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള സംവേദനങ്ങൾ നടക്കാതെ നിങ്ങൾക്ക് മൈഗ്രെയിന്റെ വേദനയായിട്ട് വരാം. ഇനി ചില ആളുകൾക്ക് TM ജോയിന്റ്, ഇവിടെയുള്ള ജോയിന്റ് ആണ്, ചെവിയുടെ ഫ്രണ്ടിലായിട്ടുള്ള ജോയിന്റ് ആണ് TM ജോയിന്റ്. ഈ TM ജോയിന്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ജോയിന്റ് ഫംഗ്ഷൻ പ്രോപ്പർ അല്ല, വായ തുറക്കുമ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഈ ജോയിന്റിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ അല്ലാത്തത് കാരണവും മൈഗ്രെയിൻ വരാറുണ്ട്. ഇനി മൈഗ്രെയിൻ എങ്ങനെ ചികിത്സിക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രിഗർ പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ്. എന്താണ് ഈ ട്രിഗർ പോയിന്റ്സ്? നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? ചിലർക്ക് വെയിൽ കൊണ്ടാലൊക്കെ തലവേദന വരും അല്ലെ? അപ്പൊ അങ്ങനെ ഏത് കാരണം കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നതെന്ന് കണ്ടുപിടിക്കുകയും ആ കാരണം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം. ഇപ്പൊ വെയിൽ കൊണ്ടാൽ തലവേദന വരുന്ന ആളുകൾ വെയിൽ കൊള്ളാതിരിക്കുക. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാഞ്ഞാൽ തലവേദന വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക.
ഇനി ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. PCOD ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുക. ഇനി അടുത്ത കാര്യം ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എറോബിക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നീന്തുക, സൈക്ലിംഗ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓടുക ഇതൊക്കെയാണ് എറോബിക് എക്സസൈസ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻ കുറഞ്ഞു കിട്ടും. അടുത്തത് ചെയ്യേണ്ട കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ ഫോളോ ചെയ്യുക. കൃത്യസമയത്ത് ഉറങ്ങാനും എണീക്കാനും ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മൈഗ്രെയിൻ ഉള്ള ആളുകൾ വെയിൽ എക്സ്പോസ് ചെയ്യുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞു. വെയിലിൽ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് മൈഗ്രെയിൻ ഉണ്ടാവുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വെയിൽ കൊള്ളരുത്. അപ്പോൾ വെയിൽ കൊള്ളാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സോ ക്യാപ്സ്യൂൾസോ ഒക്കെ ആയിട്ട് എടുക്കേണ്ടതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും മൈഗ്രെയിൻ മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ പല്ലിന്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ പല്ല് സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഒക്ലൂഷൽ പ്രോബ്ലം ആയിരിക്കും മിക്കവാറും ആളുകൾക്ക്. ഒരു പല്ല് മിസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല്ല് നിരതെറ്റി വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒക്ലൂഷൽ പ്രോബ്ലംസ് കാരണം തലവേദന വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയാൽ ഒക്ലൂഷൽ കറക്ഷൻ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് TM ജോയിന്റിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ജോയിന്റിന്റെ പലതരം സർജറീസ് അവൈലബിൾ ആണ്. TM ജോയിന്റിന്റെ ഇവിടുത്തെ ജോയിന്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് തലവേദന എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാൻഡിബുലാർ കറക്ഷനും സ്പ്ലിന്റഡ് തെറാപ്പിയും പോലെയുള്ള പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ ട്രിഗർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്, ഏത് സാധനം ചെയ്യുമ്പോഴാണ്, എന്ത് ചെയ്യുമ്പോഴാണ് വേദന വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് എക്സ്പോസ് ആവാതിരിക്കുക. ഐ ഹോപ്പ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.